നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഞാനിപ്പോ ഈ മല ഫുള്ളും തീർത്തിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ നിന്ന് അറ്റം വരെ താഴെ വരെ തീർത്തിട്ടുണ്ട്. ഇനി മഴയുടെ മോളിൽ പോയിട്ട് ഇനി ഈ കാടിനുള്ളിൽ കൂടെ മഴയുടെ മോളിൽ പോയി ഞാൻ ശ്രുതി അവിടെ എടുത്തുകൊണ്ടിരിക്കാൻ അവിടെ പോയി ഹെൽപ്പ് ചെയ്യട്ടെ. ഇവിടെ നിന്ന് ഇനി മോളിൽ പോയിട്ട് അങ്ങനത്തെ തീർക്കാണ്ട് ഈ വഴിയാണ് ഗൈസ് പ്രശ്നം. ഇറങ്ങാനും കറങ്ങാനും ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു ഗൈസ്. ഇനി പോയിട്ട് പെട്ടെന്ന് കുളിച്ച് ഫ്രഷ് ആവണം. തേങ്ങാ ശ്രുതി എനിക്ക് കൈ തരാതെ പോയി കളഞ്ഞു ഗൈസ്. അതുകൊണ്ട് ഞാൻ നിലത്തിരുന്ന് നിരങ്ങിയാണ് താഴ്ത്തി കറങ്ങിയത്. എന്തായാലും തേങ്ങ വീണാൽ ഞാൻ അവിടെ പെടുമ്പോൾ നോക്കൂല, മൈൻഡ് നോക്കി ചിരിച്ചോണ്ട് നിൽക്കും. നോക്കിയോ തേങ്ങ വീഴുമല്ല. അപ്പൊ പറയട്ടെ, കാണിച്ചു തരാം. നിനക്കൊരു പണി കിട്ടൂല, അപ്പൊ മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ട്. കേട്ടാ ഞാൻ വീണു ഗൈസ്. ശ്രുതിക്ക് ഭയങ്കര സന്തോഷം. നീ ചിരിച്ചോണ്ട് നിന്നല്ലേ. ഞാൻ പറഞ്ഞത് വേറെ കാര്യം. ശ്രുതി കയ്യാലാതെ പോയിട്ട് ഞാൻ കാല് മടങ്ങി വീണു ഗൈസ്. നടന്നു വരേണ്ട വഴിയിൽ കൈ തരാണ്ടിരുന്നൊന്നും വീണില്ല. അപ്പൊ ഗൈസ് നല്ല നമ്മളെന്തായാലും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാ. വീട് വരുന്നില്ല. ഇത് എന്റെ കാല് ഇവിടെയാണ് ഗൈസ് മടങ്ങിയത്. ചെറുതായിട്ട് ഇങ്ങനെ ഇതായിട്ടുണ്ട്. ഞാനും എന്റെ കാല് തന്നെ കുഴ കഴിക്കേണ്ടി വരും. നടക്കാൻ പറ്റുന്നത് നിഷു വെള്ളം ബക്കറ്റ് മുകളിൽ കൊണ്ട് വെച്ചിട്ട് വന്നു. സമാധാനം. ഇനിയിപ്പോ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ഫൈനലി ആർജെ കുളിച്ചു തുടങ്ങി. എന്റെ കുളി കഴിഞ്ഞു ഗൈസ്. ഞാൻ വെള്ളവും കൊണ്ടുവച്ചു. അപ്പൊ ആർജയ്ക്ക് കാലിന് ചെറിയൊരു ഞൊണ്ടലുണ്ട്. അപ്പൊ എന്തായാലും പോയിട്ട് ഒന്ന് മൂവിട്ട് തടവി കൊടുക്കണം. വയ്യാത്ത കാലാണ്. എന്തെങ്കിലും ആയാൽ തീർന്നു. എന്നെ പ്രാഗി തടവി. അതാണ് എനിക്ക് ചിരി. എന്നെ പ്രാഗി. ഞാൻ അപ്പോഴേ പറഞ്ഞു എന്റെ കൂടെ ദൈവം ഉണ്ടെന്ന്. ആർജനെ വീട് നോക്ക് നിന്ന് ചിരിക്കണം. അതാണ് ദൈവമുണ്ട്. സൈക്കിളൊക്കെ വൃത്തി. നമുക്ക് എന്തായാലും വീട്ടിൽ പോയി തടവി കൊടുക്കാം ഗൈസ്. ഇപ്പൊ ഗൈസ് നിഷു എനിക്ക് ഓയിൽമെന്റ് ഇട്ട് തളർത്തിട്ടാണ്. കാല് ഭയങ്കര പെയിനാണ്, നടക്കാൻ വയ്യ. അപ്പൊ അതൊക്കെ ഇവളൊന്ന് പിടിച്ചിട്ടിരിക്കല്ലേ. ഇവളുടെ പിടിച്ച് തീർന്നല് വേദന കൂടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ലെഫ്റ്റ് എടുത്ത് എനിക്ക് ഗൈസ് കാലിന് നീരുണ്ട് ഗൈസ്. തോണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നീര് വന്നു തുടങ്ങി. പോട്ടിട്ടാ അത് വിളിക്കല്ലേ, വൃത്തിയുടെ സൗണ്ട് ഉണ്ടാക്കല്ലേ. ഇത് നമുക്ക് ഇഡലി നമ്മുടെ റബ്ബറോട്ടൊന്ന് ചേട്ടനും ചേച്ചിയും വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടെന്നാണ് നമുക്ക് കഴിക്കാനായിട്ട്. അപ്പൊ ഞാനിപ്പോ കഴിച്ചിട്ട് നമുക്ക് പോവാൻ പുറത്തു പോകണ്ട്. ഇപ്പം എന്താണ്ട് നമ്മുടെ ആദ്യ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് കളിക്ക വിളയിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഫ്രണ്ടിനെ മീറ്റപ്പ് ചെയ്യണം. പഞ്ചായത്തിൽ പോകണം. അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. എന്തായാലും പോയിട്ട് വരാം. അവനെയും കൊണ്ട് കളിക്കുള്ളവര് പോകണം. അതാണ്. എങ്ങനെയുണ്ട്? കൊച്ചിയിൽ നിന്ന് തന്നെയാണ്. പെട്ടെന്ന് പോവാം. എങ്ങനെയുണ്ട് ഇഡലിയും ചമ്മന്തി? പൊളിയല്ലേ?